അരപ്പോം കുറഞ്ഞു കാണും. മതി ലക്ഷ്മി. അതെ, മാറ്റി ഇത്തിരി കുറവാ. ഒരു 4000 രൂപ തരാം. അയ്യോ, അങ്ങനെ പറയല്ലോ ലക്ഷ്മി. അച്ചു ആയിരുന്നെങ്കിൽ എനിക്ക് 5 രൂപ തികച്ചു തന്നേനെ. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. അച്ചുവേട്ടനെ ഉത്സവപിരിവിന് പോയിരിക്കാം. നേരിട്ട് കാണുമ്പോ 5 രൂപ മേടിച്ചോ. വേണ്ട, 4000 മതി. അങ്ങനെ വഴിക്ക് വാ. അവറാച്ചോ, തന്റെ അഭ്യാസമൊന്നും അവിടെ അടുത്ത് നടക്കില്ല. കിട്ടിയതിൽ മേടിച്ചോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അച്ഛാ, ഊണെടുക്കാറായോ? വേണ്ട മോളെ, അച്ഛൻ കൂടെ വരട്ടെ. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സംഭാവന പിരിക്കാൻ നടന്ന് ഇനി ഏത് സമയത്ത് വരാനാ? അച്ചുവേട്ടൻ വരാൻ ഒരു നേരവും. നീ അച്ഛനുള്ള ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചോ. അച്ചോട്ടനെ കണ്ടെങ്കിൽ പറഞ്ഞ കാശെങ്കിലും കിട്ടിയേനെ. അവനുണ്ട് അവിടെ അച്ചു? ഏയ്, അച്ചു അവിടെ ഇല്ല. ആശ്വാസമായി. ആശാനേ. ആരാടാ? ഞാനാശാനെ, ഗോവിന്ദൻ. വാടാ. അപ്പോട്ടും വന്നില്ലേ? ഇല്ല, വന്നില്ല. അയ്യോ, അവിടെ ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാൻ നേരമില്ല. നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. എനിക്കറിയാം അവൻ വരില്ല. അവൻ വരണമെങ്കിൽ തല്ലുകൂടാൻ ഇവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയാണെങ്കിൽ അവൻ പാഞ്ഞെത്തിക്കോളും. വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആ, ഒരേ ചോരയാണെങ്കിലും തമ്മിത്തല്ലാനല്ലേ അവന്മാർക്കറിയൂ. ഇവന്മാരുടെ തമ്മിത്തല്ല് കണ്ട് ഒരുപാട് നിന്നിച്ചാ എന്റെ പത്മാവതി പോയത്. എന്റെ ഗതി അത് തന്നെ. ആശാൻ വിഷമിക്കണ്ട, രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ, എല്ലാം ശരിയായിക്കോളും. അല്ല, ഞാൻ ഇറങ്ങട്ടെ. സപ്ലൈക്കുള്ള ചരക്ക് വണ്ടിയിലിരിക്കുക. ഓട്ടെ. ദൈവമേ, ഒന്ന് കണ്ണു തെറ്റിയപ്പോഴേക്കും എല്ലാം പുറത്തി അടിയാ. പേടിക്കുന്നെന്തിനാ? കൊല്ലാനുള്ള കോഴിയല്ലേ. ബാക്കിയുള്ളവരെ പിടിക്കട്ടെ. ഇയാളെ പ്രത്യേകം വിളിക്കണം. കോഴി കുളിക്കാൻ പോണം. ഒന്ന് കാണാൻ പറ്റണില്ല. ഞാനൊന്ന് പിടിച്ചോട്ടെ. ഞാൻ പറയട്ടെ. അച്ചു, ഞാൻ കോഴി. അച്ചു പിടിക്കാൻ പറഞ്ഞല്ലേ പറഞ്ഞു. ചോര. അച്ചു, എന്നെ ഒന്ന് ചെയ്യരുത്. ആശാനേ, 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 ഒന്ന് ഓടി വാ. അച്ചു, ഇത് റിഹേഴ്സലാ? അതാ ഒറിജിനലാ? അപ്പു പറഞ്ഞിട്ട് വന്നതാടാ. അപ്പു പറഞ്ഞിട്ട് വന്നതാ. ഇവനെ കൊണ്ട് ഗോവിന്ദ, ഗോവിന്ദ, ഇതാ ഇവനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കടാ. ഒന്ന് പിടിച്ചേ. ഈശ്വര, ഇനി ഇത് അപ്പു പറഞ്ഞ പിന്നെ എന്തെല്ലാം പുലിവാല ഉണ്ടാകാൻ പോണേ. അവൻ എന്നെ തല്ലി ഈ പരുവാക്കി കളഞ്ഞു. നിന്നോടുള്ള ദേഷ്യം അവൻ എന്നോടാ തീർത്തത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല.
കേരള ജീപ്പില് എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയത് നീ? എന്റെ സ്വഭാവം വെറുതെ ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലുകൊള്ളിപ്പിക്കാതെ ഒന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമണ്ണോ തന്റെ മടിയിലിരുത്തിയാണ് പേറ്റത്? സാറിന് വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള? ആശാനും കൂശാനൊക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ കൂമ്പുകളൊക്കെ ഞാൻ ഒന്നുമില്ല. ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമനെ കടത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത് എന്തിനാ ഇത് കേസാക്കാൻ ആരാ പരാതി തന്നേന്ന്? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതറിഞ്ഞ് അപ്പോ എങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഈ കേസിൽപ്പെട്ട് നീ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവൻ അങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമണന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല. അടുത്ത ഭാര്യയിൽ ശ്രീകൃഷ്ണനാക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു ചെന്ന് നമ്മുടെ ചൈതന്യ രഥത്തിൽ കയറൂ. കാരാഗൃഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ആ, ഇത്രയും നാളിതൊരു ഭാർഗവി നിലയമായിരുന്നു. ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ചു, ഞാനൊരു ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ഞാനൊരു ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ എസ് ഐ ആണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ 2-3 ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഊറും പഠിക്കണ പോലെ. നിനക്ക് കൊടുക്കുന്ന ആരോഗ്യല്ലേ, നീ ഒന്ന് എയർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്തു കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കളേ. അതോട്ട് സംസാരിക്കൂടാ. എന്റെ കൈയുടെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. എന്തു പറ്റി സാർ? അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഈശ്വര, അടുത്തത് ചെന്ന് തടയണോ? പോടോ. അപ്പു മാറിക്കേ സാറേ. അപ്പൊ നിക്കേ ഇതന്നെ നിക്കപ്പോ. സാറേ, എന്തോ പൊട്ടം കഴിവരെ ഇങ്ങോട്ട് ഇറക്കി വിടും, ഇല്ലെങ്കിൽ സ്റ്റേഷനകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പൊ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടല് ഞാൻ തല്ലി ഓടിക്കും. അവൻ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. വെറുതെ നാറി പൊട്ടനായി പോയത്. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു. അവൻ ഈ ഭൂലോകം മുടിച്ചേനെ. എടാ അമ്പലം വിഴുങ്ങി ഇറങ്ങി വേടാ. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലേടാ നീ നാട്ടുകാർക്ക് പലിശയ്ക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാക്കം കൊണ്ടല്ലേടാ നിനക്ക് കുട്ടികൾ ഉണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിന് പോലെ നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് പുളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടൂ. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരിപ്പുണ്ടെന്ന്. എത്തിയാ സുഖല്ലേ? എടാ പൊട്ട,
എന്റെ കൂട്ടുകാരനെ തല്ലിയതിന് പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടടാ. അടുക്കരുത്, ഞാൻ ബാലയ്ക്ക് വേണ്ടി കളരി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. വെറുതെ പറയാ വരണ്ട, എന്നെ കിട്ടില്ല. ചേട്ടാ വണ്ടി എടുത്തോ. പോലീസ് പിടിച്ച കാറാ. അയ്യോ, കുളിഞ്ഞു നോക്കുന്നു. അമ്മേ വയറ്, അയ്യോ കാല്, അയ്യോ രാമോ. പതുക്കെ. ഹലോ, ഹലോ, എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. നിനക്കെങ്ങനെയുണ്ട്? കുറവുണ്ട്. നിനക്കാ? വന്നതല്ലേ ഉള്ളു, കുറഞ്ഞോളൂ. ഈ പൊട്ടന്റെ ഇടിക്ക് ശക്തി കൂടൂന്ന് പറയണത് ശരിയാണ് കേട്ടോ ചന്ദ്ര. പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിൾ ആകും. എനിക്കതല്ല പേടി. നിന്നെ തല്ലിയതിന്റെ പകരം വീട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ? അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല. രണ്ടും ഭ്രാന്തന്മാരാ. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകും അറിയാമോ? ഒരാഴ്ചയും കൂടി ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. ഈശ്വര, അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും.